ആയിട്ട് വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും അത് നിങ്ങൾ പറയണം. താങ്ക് യു. കൊള്ളായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസും അതുപോലെ നായികയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതായത് ധ്യാൻ ശ്രീനിവാസൻ്റെ കോംബോ ആയിട്ട് വന്ന് പുള്ളിക്കാരി നല്ലോണം ഞെട്ടിച്ചു. മിസ്റ്റർ റിവീലിംഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. എന്നിട്ട് മാക്സിമം സ്പ്രെഡ് ചെയ്ത് എല്ലാവരും വന്ന് നമുക്കിപ്പം ഒരുപാട് ഹിറ്റൊക്കെ ഉള്ള സമയമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ഹിറ്റായിട്ട് ഇൻഡസ്ട്രി ഒന്നും കൂടെ ഫ്ലറിഷ് ചെയ്യുന്നത്. വള എന്ന് പറഞ്ഞ വള കഥാപാത്രമായിട്ട് ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് വരുന്നത്. അതായത് നന്നായിട്ട് കാസ്റ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ട്. നല്ലൊരു എന്റർടൈനർ കണ്ടിരിക്കാൻ പറ്റും എല്ലാവർക്കും. ഹാപ്പി ആയിരുന്നു, കാണാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല അഭിനയിക്കാൻ. നല്ല ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നത്. ആക്ച്വലി ഡബിങ്ങിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ലോണം റിയാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പെക്ട് ചെയ്ത സ്ഥലത്തൊക്കെ there is applause. എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഗംഭീരമായിട്ടാണ് ധ്യാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ലുക്മാൻ, ഈ സിനിമയുടെ ഓരോരോ സെക്കൻഡുകൾ മുന്നോട്ട് പോകുന്നതോറും ലുക്മാന്റെ ആ അഭിനയ പാഠവും പുറത്തു വരുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയാണ്.